നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ഇന്ത്യൻ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയേക്കാമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനെ തുടർന്ന് ഒരുപാട് സോഴ്സുകളിൽ നിന്നും റൂമറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പേര് ഇന്ത്യൻ താരങ്ങളുടെ പേര് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ നിലവിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പേരാണ് മലയാളി താരങ്ങൾ, അതായത് ലക്ഷദ്വീപ് ലക്ഷദ്വീപ് താരങ്ങളായിട്ടുള്ള ഐമൻ്റെയും അസറിൻ്റെയും കാര്യങ്ങൾ. ഇവർ രണ്ടുപേരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് അക്കാഡമി, അതായത് യൂത്ത് പ്രൊഡക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാഡമിയിലൂടെ വളർന്നു വന്ന രണ്ട് താരങ്ങളാണ് ഇവർ. ISLൻ്റെ 10ാം സീസൺ തൊട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ ഉണ്ട് ഈ രണ്ട് താരങ്ങൾ. കഴിഞ്ഞൊരു സീസൺ, അതായത് ഈ ഒരു ISLൻ്റെ 11ാം സീസണിൽ ഈ രണ്ട് താരങ്ങൾക്കും അത്ര കണ്ട അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ലഭിച്ചിട്ടില്ലായിരുന്നു. ഐറിഷ് ക്ലബ്ബുകളിലേക്ക് ഈ രണ്ട് താരങ്ങളെയും ലോണിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന തരത്തിലുള്ള റൂമറുകളും നാം ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിനോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഈ രണ്ട് താരങ്ങളും പോകുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കെ തന്നെ അവരുടെ ടാലൻ്റ് എന്താണെന്ന് ബ്ലാസ്റ്റേഴ്സ് ടീമിനെ മൊത്തം തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് താരങ്ങളും നിലനിർത്തി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ് തന്നെയാണെന്നുള്ള കാര്യം നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ നല്ല നല്ല യങ് സ്റ്റാർസിനെ വിറ്റൊഴുക്കുന്ന ഈ ഒരു പരിപാടി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുപോലുള്ള താരങ്ങൾക്ക് ഒരു ലോങ് എക്സ്റ്റൻഷൻ, അതായത് കോറു സിംഗിന് നൽകിയതുപോലെയുള്ള 2029 വരെ കോറു സിംഗിന് നൽകിയിട്ടുള്ള നല്ലൊരു എക്സ്റ്റൻഷൻ നൽകി ഇവരെ ടീമിലേക്ക് നിലനിർത്തുകയാണെങ്കിൽ അത് ടീമിന് ഭാവിയിൽ ഗുണം ചെയ്യും എന്ന കാര്യം നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ട്, അത് ഇന്ത്യൻ താരങ്ങളുടെ റിപ്പോർട്ടിൽ മുൻപന്തിയിൽ കേൾക്കുന്ന മറ്റ് രണ്ട് പേരുകളാണ് ഹോർമിപാം ബ്രൂയിയുടെയും ഇഷാൻ പണ്ഡിതയുടെയും. ഹോർമിപാം ബ്രൂയിയുടെ അത്ര കണ്ട് കേൾക്കുന്നില്ല എങ്കിൽ പോലും ഇഷാൻ പണ്ഡിത കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയേക്കാമെന്ന തരത്തിലുള്ള നല്ല റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് FC ഗോവയിലും ജംഷഡ്പൂർ FCയിലും ഒക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഒരുപാട് അവസരങ്ങൾ തന്നെ അദ്ദേഹത്തിന് ഈ രണ്ട് ക്ലബ്ബുകളിലും ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇഷാൻ പണ്ഡിതയ്ക്ക് മതിയായ ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. 1-2 മത്സരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക മാത്രമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇദ്ദേഹത്തിന് കാര്യമായൊരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ പരിക്കുകൾ ഒക്കെ കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിടുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി കഴിഞ്ഞാൽ മറ്റ് പല ISL ടീമുകളും ഇദ്ദേഹത്തെ നേടിയെടുക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ISLൽ മികവ് തെളിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് ഇഷാൻ പണ്ഡിത് എന്ന് പറയുന്നത്. സൂപ്പർ സബ്ബായിട്ട് വന്നിട്ട് പല കളികളുടെയും തലവര തന്നെ മാറ്റിമറിച്ച ഒരു താരമാണ് ഇഷാൻ പണ്ഡിത എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഹോർമിപാം ബ്രൂയിയുടെ പേര് കേട്ടുവെങ്കിൽ പോലും, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുവാനുള്ള സാധ്യത ഇന്ത്യൻ താരങ്ങളുടെ സാധ്യതയിൽ ഹോർമിപാം ബ്രൂയിയുടെ പേര് കേട്ടുവെങ്കിൽ പോലും അത് നമുക്ക് വിശ്വസനീയമായ സോഴ്സുകളിൽ ഒന്നും തന്നെയല്ല. അതിനാൽ തന്നെ ആ ഒരു വാർത്ത നമുക്ക് തള്ളിക്കളയുവാനായിട്ട് സാധിക്കുന്നതുമാണ്.